ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഓണം ഇങ്ങടെ അടുത്തില്ലേ? അപ്പൊ ഓണമാകുമ്പോൾ നമ്മുടെ ബാംഗ്ലൂരുള്ള എല്ലാ മലയാളി അസോസിയേഷനുകളും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ടൈമാട്ടോ. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ എല്ലാ അസോസിയേഷനുകളും പ്ലാൻ ചെയ്യാൻ തുടങ്ങും ഓണം സെലിബ്രേഷൻ എങ്ങനെ നടത്തണം എന്ന്. അപ്പൊ ഞങ്ങളും ഒരു ഭാഗമാണ് ആ രാജരാജേശ്വരി നഗറിലുള്ള മലയാളി അസോസിയേഷന്റെ. 2010 മുതൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ ഫോളോ ചെയ്യും കേട്ടോ. ജിജോയും ഒക്കെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇടക്ക് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട് ജിജോ. ഇപ്പോൾ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഓണം പ്രമാണിച്ച് നടത്തും. സ്പോർട്സ് ആയാലും കൾച്ചറൽ ആക്ടിവിറ്റി ആയാലും. ഇന്ന് കഴിഞ്ഞ സൺഡേ ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആയിട്ടാ. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന ദിവസമായതുകൊണ്ട് വൈകി എത്താനായിട്ട്. നമ്മുടെ റിയ, മഞ്ജുവിൻ്റെ മോള്, വിസ്മയുടെയൊക്കെ ഫ്രണ്ടാണ് റിയ. അപ്പോൾ അവൾക്ക് ഞാൻ കൈമാറി ഫോൺ. അവളാണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉത്സാഹമായി. എല്ലാവരും ഇങ്ങനെ ചിരിച്ച് ആക്ഷനൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ചു പേരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ബാഡ്മിൻ്റൻ്റെ തോറ്റ് തുന്നമ്പാടി ഇരിക്കുക കേട്ടോ കാണുന്നത്. ഒരു കോമ്പറ്റീഷനായി അങ്ങനെയാണല്ലോ, കുറച്ചു പേര് തോക്കും കുറച്ചു പേര് ജയിക്കും. പക്ഷെ അതൊന്നും ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടാക്കില്ല ആർക്കും. എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആൾക്കാരാട്ടോ. അങ്ങനെ ഈ കോമ്പറ്റീഷൻ്റെ ഒക്കെ ഫൈനല് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ വരുന്നത് ഓണം സെലിബ്രേഷൻ്റെ അന്നാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഓണം സെലിബ്രേഷൻ മിക്കവാറും ഒക്ടോബറിലൊക്കെയാണ്. ഇത്തവണയും ഒക്ടോബറിൽ തന്നെയാണ്. അപ്പോൾ അന്ന് കൾച്ചറൽ ഫെസ്റ്റിവലും ഓണസദ്യയൊക്കെ ഉണ്ടാവും. നാട്ടിൽ നിന്ന് കുക്കിനെയൊക്കെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണം ഓണം സദ്യയൊക്കെ. അപ്പോൾ അന്നായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ. അപ്പോൾ കുട്ടികളും വലിയ ആൾക്കാരുടെയും ഒക്കെ ടീംസായിട്ടും സിംഗിളായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സന്ധ്യയുടെ മോള് സിയ. സന്ധ്യ എൻ്റെ ഫ്രണ്ടാണ്. സിയ അവളെൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മുടെ ക്യാമറാമാൻ വരുന്നു. ക്യാമറാമാൻ ഓൺ ഡ്യൂട്ടിയിലാണ്. സമാജത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോബാണത്. അപ്പോൾ ഷാജി, നമ്മുടെ സെക്രട്ടറി ഷാജി, അവനെ ഏൽപ്പിച്ചേക്കുക ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പോൾ ആള് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നേരത്തെ വന്നായിരുന്നു ഇവിടെ ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നതാ. ഇതാണ് ഷാജി. മറ്റേത് രമേശ്. ഒക്കെ കമ്മിറ്റിക്കാരാട്ടോ. ഇവരൊക്കെ കൂടി ഓടി നടന്നാണ് ഈ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതിന് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കണം കേട്ടോ. നല്ല സൂപ്പറായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഞായറാഴ്ചയായി. ഇപ്പോൾ ഇതിന് മുന്നത്തെ ഞായറാഴ്ച ക്യാരം പിന്നെ ചെസ് കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ബാഡ്മിൻ്റൺ. ഇതിപ്പോൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഉണ്ട്. അപ്പോൾ സൺഡേസിൽ മാത്രമല്ലേ നടത്താൻ പറ്റുള്ളൂ. മിക്കവാറും എല്ലാവരും വർക്കിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ സൺഡേസ് മാത്രമാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾ നാട്ടിൽ പോയ കാരണം. പിന്നെ അതുമല്ല, ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ വേണമല്ലോ, പ്രാക്ടീസും വേണം. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർന്നില്ല. കളി അറിയാഞ്ഞിട്ടല്ല കേട്ടോ, കളിക്കുകയൊക്കെ ചെയ്യും നമ്മൾ. പിന്നെ ചാൻസ് കൊടുക്കണമല്ലോ എല്ലാവർക്കും. ഫൈനൽസ്, ഡബിൾസ് ലേഡീസിൻ്റെ ഫൈനൽസാണ്. അവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. നല്ല ആരോഗ്യപരമായ മത്സരമായിരുന്നു. ഞങ്ങളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ഗ്യാലറിയിലിരുന്ന് കൈയടിക്കുകയാണ്. അവർക്ക് പ്രോത്സാഹനം കൊടുക്കണമല്ലോ. ജേഴ്സി അണിഞ്ഞേക്കണവരൊക്കെ കളിച്ചവരാട്ടോ. അപ്പം അങ്ങനെ ഗെയിമുകൾ പലതരം ഉള്ളതുകൊണ്ട് ഒത്തിരി കുട്ടികൾ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കുറേ പുതിയ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരെയൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ഫൈനൽ തീർന്നു കേട്ടോ, കളി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലഞ്ചായിരുന്നു കേട്ടോ. ഇത് ഓഫീസ് റൂമാണ് ക്ലബിൻ്റെ. ഇതാണ് വിന്നേഴ്സ്. ഈ കുട്ടിയും വേറൊരു കുട്ടിയുണ്ടല്ലോ, അതാ വരും. ഇവർ രണ്ടുപേരുമാണ് ഡബിൾസിൻ്റെ വിന്നേഴ്സ്. അപ്പോൾ ഇവർക്കൊരു വലിയ കയ്യടി. നല്ല അടിപൊളിയായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചും രണ്ടും ഉണ്ടായി. നോൺ വെജും വെജും ഉണ്ടായിരുന്നു കേട്ടോ.
നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതിന് നമ്മുടെ പ്രസിഡന്റ് അമൃതരാജ്, സെക്രട്ടറി ഷാജി, എല്ലാവർക്കും ഒരു കയ്യടി. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ രാമായണ മാസം ആയതുകൊണ്ട് ഞാനും ജിജുവൊക്കെ വെജായിരുന്നു. വെജും നല്ല അടിപൊളിയായിരുന്നു. ഇതാ അമൃതരാജ്. എല്ലാവരും ക്യാമറയുടെ അടുത്ത് വരുമ്പോൾ എന്താ പറയുക, കൈ കാണിച്ച് അഭിനയിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്കും ഉണ്ട് പരിപാടി, കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒക്ടോബറിൽ ഓണം സെലിബ്രേഷൻ വരെ മിക്ക സൺഡേസിലും ഉണ്ടാവും കേട്ടോ പ്രോഗ്രാം. പിന്നെ ഓണം വരുമ്പോൾ ചിലരൊക്കെ നാട്ടിലൊക്കെ പോവില്ലേ, അങ്ങനെ അടിപൊളിയായിരുന്നു.